ഈ പിണറായി വിജയൻ വീണ്ടും വീണ്ടും കഴിവുകെട്ടവനാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കൊലവിളി പ്രസംഗം എന്നുള്ള വിവാദം ചീറ്റിപ്പോയി. അതിനിടയ്ക്ക് യോഗി സർക്കാരിന്റെ മാസ് പോലീസ് കേരളത്തിൽ വന്ന് പണിയെടുത്തിട്ട് പോയി. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിനെ രക്ഷിക്കാൻ യോഗി ഉത്തർപ്രദേശിൽ നിന്ന് വരണം. നമസ്കാരം. അപ്പോ ഈ സ്കൂളുകളില് ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികള് പിച്ചി, മാന്തി, നോക്കി എന്നൊക്കെ പറഞ്ഞ് ടീച്ചറുടെ അടുത്ത് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള ഒരു സംഭവമായിട്ട് കോൺഗ്രസിന്റെ ഈ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ആ ഒരു കൊലവിളി പ്രസ്താവന എന്ന് പറയുന്നത്, ആ വിവാദം ചീറ്റിപ്പോയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നീട് പറയാം. അപ്പോ നമ്മളുടെ പ്രിന്റു മഹാദേവ് എന്ന് പറയുന്ന BJPയുടെ വക്താവ് ചാനൽ ചർച്ചയിലിരുന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തി എന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ ആക്ഷേപം എന്ന് പറയുന്നത്. അതിനെതിരെ കേരളം ഒട്ടാകെ അവർ പ്രക്ഷോഭം സൃഷ്ടിച്ചു. അതിനുശേഷം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അത് അംഗീകരിച്ചൊന്നുമില്ല. പിന്നെ അറസ്റ്റ് ചെയ്യണം, കേസെടുക്കണം എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഇന്നലെ തൃശ്ശൂരാണെന്നുണ്ടെങ്കിൽ ജലപീരങ്കി വരെ പ്രയോഗിക്കുന്ന അവസ്ഥ വന്നു. വിഷയദാരിദ്ര്യം എന്ന് തന്നെ പറയേണ്ടി വരും, അല്ലാതെ ഇതിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെ പ്രിന്റു കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കുന്നംകുളം കോടതിയിൽ കൊണ്ടുപോയി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ കൃത്യമായിട്ട് നിരുപാധികം ജാമ്യം കൊടുത്ത് പിന്റു മഹാദേവിനെ വിട്ടയച്ചു എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഈ പ്രഹസനം കോടതിക്ക് മനസ്സിലായി. സത്യത്തില് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണയുണ്ടോ അല്ലെങ്കിൽ സുരക്ഷയുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അതിനു മുമ്പ് വേറൊരു സംഭവം കേരളത്തിൽ നടന്നു. ഇതാർക്കും ചർച്ച ചെയ്യേണ്ട. കാരണം പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പ്, ആ ആഭ്യന്തര വകുപ്പിന് കഴിവില്ല എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതായത് നമ്മളുടെ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആന്റി ടെറർ സ്ക്വാഡ് കേരളത്തിൽ വന്ന് അതിസാഹസികമായിട്ട് കൊടും ഭീകരനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ള വിവരം കേരളത്തിൽ എവിടെയെങ്കിലും ചർച്ചയായോ? എന്നാൽ അതാണ് യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത്. കാരണം ഈ കൊടും തീവ്രവാദി എന്ന് പറയുന്നത് കേരളത്തില് ധാരാളം കാലങ്ങളായിട്ട് താമസിക്കുന്നു. മുജാഹിദീൻ ആർമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ച് കേരളത്തിലുള്ളവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നു. എന്നിട്ട് വൻ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്താൻ തീരുമാനിക്കുന്നു. സർക്കാർ ഓഫീസുകളടക്കം തകർക്കാൻ ഉള്ള പദ്ധതികൾ ഇടുന്നു. ഹിന്ദു നേതാക്കളെ കൊല്ലാനുള്ള പദ്ധതികൾ ഇടുന്നു. ഒപ്പം ഇന്ത്യയില് ശരീഅത്ത് നിയമം സ്ഥാപിക്കാനുള്ള ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്നു. ഇതൊന്നും നമ്മളുടെ 2019 കേരളത്തില് ആന്റി ടെറർ സ്ക്വാഡ് രൂപീകരിച്ചിട്ട് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. പിണറായി വിജയനും അറിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നു എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തില് ഈ പോലീസ് എന്ന് പറയുന്നത് എന്താണ് ചെയ്യുന്നത്? ഇതുപോലെയുള്ള പിച്ചി മാന്തി എന്നുള്ള സംഭവങ്ങൾക്ക് ഇപ്പോൾ കേസെടുക്കുക, എന്നിട്ട് കുറെ റോട്ടിലിറങ്ങി നിന്ന് പെറ്റിയടിക്കുക, ഇങ്ങനെയുള്ള കാര്യം അത് പിണറായി വിജയന്റെ നിർദ്ദേശമാണ്. കാരണം ഖജനാവിലോട്ട് പണം വരണമല്ലോ. എങ്ങനെയെങ്കിലും മലയാളി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുറച്ച് ക്യാഷ് ഉണ്ടാക്കിയാൽ അതൊക്കെ എങ്ങനെയെങ്കിലും ഖജനാവിലോട്ട് എത്തിക്കണം. ലോട്ടറി, ബെവ്കോ, പെറ്റിയടിക്കൽ, ഇതാണല്ലോ അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തില് നമ്മളുടെ കേരളത്തെ രക്ഷിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഈ പറയുന്ന യോഗി ആദിത്യനാഥിന്റെ പോലീസ് തന്നെ കേരളത്തിലെത്തി ആക്ഷൻ എടുക്കേണ്ട ഒരു ഗതികേടിലോട്ട് വന്നിരിക്കുന്നു. സത്യത്തില് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ളവര്, റോഹിംഗ്യൻസ്, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ഇടുന്നവര്, ഇവർക്കെല്ലാം ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇടം എന്ന് പറയുന്നത് കേരളമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായിട്ട് കേരള ജനത, അതായത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കേരള ജനത എന്ന് പറയുന്നത് ഇപ്പോ ആഗ്രഹിക്കുന്നത് കേരളത്തെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള അവസരം നൽകണേ എന്നുള്ളതാണ്. കാരണം പിണറായിയെ കൊണ്ടും നടക്കില്ല, ജിഹാദികൾക്ക് കുടപിടിക്കുന്ന കോൺഗ്രസിനെ കൊണ്ടും കേരളത്തെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ തെളിഞ്ഞിരിക്കുന്നു.